ഫണ്ടമെന്റൽസ് 2ന്റെ യൂണിറ്റ് 1ന്റെ ഹെൽത്ത് അസസ്മെന്റ് എന്നുള്ള യൂണിറ്റിന്റെ ബാക്കി പോർഷൻസ് ആണ്. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 ആയാലും 2 ആയാലും എവറി ചാപ്റ്റർ നിങ്ങൾക്കുള്ള ഈ 30 ചാപ്റ്റർ 14 16 ചേർത്ത് 30 യൂണിറ്റുകളുണ്ട്. ഈ 30 യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻസ് വരാം, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇന്ന ചാപ്റ്ററിൽ നിന്ന് essay, ഇന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക്, അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങളിൽ കാണേണ്ട കാര്യമില്ല. ആസ് പെർ ദ സിലബസ് നിങ്ങൾ ആസ് പെർ യുവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും essay ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പക്ഷെ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ഞാൻ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ പറയും. അതനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒപ്പം വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് തരുന്നത് സ്പെഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി കാണും, അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചുപെട്ട് പോയവർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് അതിന് പുറമേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അല്ലാതെ ക്ലാസ് തന്നെ കണ്ടു പഠിക്കണം. 10 മാർക്ക് 5 മാർക്കും 15 മാർക്കും 5 മാർക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോകുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതും കൂടെ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കോഷ്യർ ആൻഡ് അർബിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ ബാക്കി കണ്ടന്റ്സ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഹെൽത്ത് അസസ്മെന്റ് ഇതാണ് നമ്മുടെ സിലബസ്. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഫിസിക്കൽ എക്സാമിനേഷനാണ് നമ്മൾ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് അത്രയും നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് ആദ്യം മുതൽ വായിക്കാം. അസസിംഗ് എ ക്ലയൻറ്റ്സ് ഹെൽത്ത് സ്റ്റാറ്റസ് ഈസ് എ മേജർ കമ്പോണന്റ് ഓഫ് നഴ്സിംഗ് കെയർ ആൻഡ് ഹാസ് 2 ആസ്പെക്ട്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓരോ ഹോസ്പിറ്റലിലും ഓരോ നഴ്സും ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 2 പാർട്ടുകളാണുള്ളത്. ഒന്നെന്താണ് നഴ്സിംഗ് ഹെൽത്ത് ഹിസ്റ്ററി കളക്ഷൻ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമതുള്ളത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതിൻ്റെ ഈ ഹെൽത്ത് ഹിസ്റ്ററിയുടെ നമ്മുടെ കോഷ്യറിനകത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത് ഷെയർ ചെയ്തതുപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അതല്ല നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ അങ്ങനെയല്ല, നമുക്ക് ഷോർട്ടായിട്ടല്ല പഠിക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ ക്യാൻ ബി ഓഫ് 3 ടൈപ്സ്. പലതരത്തിലുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താം. ഒന്ന് കംപ്ലീറ്റ് അസസ്മെന്റ് നടത്താം. സൈസ്, ലെങ്ത്, സൈസ്, വിഡ്ത്ത്. സൈസ് സെന്റിമീറ്ററിൽ 2 സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ ആണ്, സർക്കുലാർ ആണോ റെക്ടാങ്കുലർ ആണോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സൈസ് പറയും. അതുപോലെ ഷേപ്പ്, ഓവൽ ആണോ റൗണ്ട് ആണോ ഇലോങ്ങേറ്റഡ് ആണോ ഇറഗുലർ ഷേപ്പ് ആണോ സൈസ് ഷേപ്പ് പറയും. പിന്നെ കൺസിസ്റ്റൻസി, സോഫ്റ്റ് ആണോ ഫേം ആണോ ഹാർഡ് ആണോ, ആ മാസ് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അല്ലേ, അത് നമ്മൾ എഴുതുന്നു. അടുത്ത സർഫസ്, സ്മൂത്ത് സർഫസ് ആണോ അതോ നോഡുലാർ സർഫസ് ആണോ, മൊബിലിറ്റി അത് മൂവ് ചെയ്യുന്നതാണോ അതോ ഫിക്സ്ഡ് ആണോ, പൾസറ്റിലിബിലിറ്റി അതായത് പൾസ് അവിടെ കിട്ടുന്നുണ്ടോ ആബ്സെന്റ് ആണോ, അതോ വേദനയുണ്ടോ വേദന ഇല്ലയോ, വേദന ഉണ്ടെങ്കിൽ അത് എത്ര സിവിയർ ആണോ മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ, ഈ കാര്യങ്ങൾ നമ്മളിവിടെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ മെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗമായിട്ട് ജനറൽ സർവേ, അപ്പിയറൻസ്, മെന്റൽ സ്റ്റാറ്റസ്, അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഹെൽത്ത് അസസ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അത് കൂടാതെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പഠിച്ച് നഴ്സിംഗ് പാസ്സാകണമെന്നുള്ള കുട്ടികൾ ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ.